Next question, draw front view, top view and side view in first angle projection of the component whose isometric view is given below. Isometric view നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കുക. ഏത് ആംഗിൾ പ്രൊജക്ഷനിലാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കുക? റെഫറൻസ് ലൈൻ വരയ്ക്കുക. അതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സർഫസുകൾ എന്ന് പറയുന്നത് ഈ സർഫസ് നമുക്ക് വളരെ വ്യക്തമാണ്, ശരിയല്ലേ? ഇത്രയും പോർഷൻസും നമുക്ക് വളരെ വ്യക്തമാണ്. ഇത്രയാണല്ലോ നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുന്നത് കാണുന്നത്, ശരിയല്ലേ? അതായത് ഈ സർഫസും ഈ സർഫസും നമുക്കത് രണ്ട് മാർക്ക് ചെയ്യാം. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 80 ഉണ്ട്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ ഹൈറ്റ് എത്രയുണ്ട്? 10 ഉണ്ട്. ഇവിടെയും അതുപോലെ 10 മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. കണ്ടോ? ദെൻ ഈ ഒരു പോർഷനൂടെ അല്ലേ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 40. ഇത് എത്രയുണ്ട്? 20 ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മിഡിലല്ലേ, അപ്പോൾ നമുക്ക് 80യുടെ മിഡിൽ എന്ന് പറയുന്ന 4 മാർക്ക് ചെയ്യുക. 40 ആയി. ഓക്കെ, ഇനി അവിടെ നിന്ന് ഇത് 20 എന്ന് പറയുമ്പോൾ 10 ഇങ്ങോട്ടും 10 അങ്ങോട്ടും മാർക്ക് ചെയ്യുക. ഈ 2 പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ 2 പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഹൈറ്റ് എത്രയാണ്? 40 ആണ്. നമ്മളിതാ 40യിൽ വയ്ക്കുന്നു. അതിനുശേഷം ജോയിൻ ചെയ്യുന്നു. അതുപോലെ ഇവിടെയും ജോയിൻ ചെയ്തു. ദെൻ ഇതിനെ ക്ലോസ് ചെയ്യുന്നു. ഇത്രയും പോർഷൻസ് തന്നെയാണല്ലോ നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂയിലൂടെ. ഓക്കെ, ദെൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇല്ലേ? ഓപ്പണിംഗ് ഉള്ള നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഹിഡൻ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ? നോക്കി, 10 സ്ക്വയർ ഹോളാണ്. അതായത് 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10 mm 10 mm 10 mm, സോറി സെൻറ്റിമീറ്റർ അല്ല, 10 mm 10 mm 10 mm ആയിട്ടുള്ള ഒരു സ്ക്വയർ ഹോളാണ്. അപ്പോൾ ഇത് 20 അല്ലേ? അപ്പോൾ ഇത് 10 mm എന്ന് പറയുമ്പോൾ ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും. അപ്പോൾ ഈ 10 ഈ 5 mm 5 mm കൂടെ കൂട്ടുമ്പോൾ 20 ആവുകയും. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു 5 mm മാറ്റുക, ഇവിടെ നിന്നൊരു 5 mm മാറ്റിയിട്ട് 2 ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 5 mm മാർക്ക് ചെയ്തു, ഇവിടെ നിന്നൊരു 5 mm. ശേഷം നമ്മൾ എന്ത് ചെയ്തു? 2 ഹിഡൻ ലൈൻ മാർക്ക് ചെയ്തു. ഇത്രയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ കാണുന്നത്, ശരിയല്ലേ? ഇനി നമുക്ക് ഏതാ? സൈഡ് വ്യൂ വരയ്ക്കാം, സോറി പ്ലാൻ വരയ്ക്കാം, ടോപ്പ് വ്യൂ. ഇനി നമുക്കിതിൻ്റെ ടോപ്പിൽ കൂടെ നോക്കിയാൽ കാണുന്ന സർഫസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പോർഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ സ്ക്വയർ ഹോളും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇത്രയും പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇത്രയും പോർഷൻസ് അല്ലേ? ഇത്രയും പോർഷൻസും നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രണ്ട് വ്യൂവിന് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇത് മുതൽ ഇതുവരെ 80 ഉണ്ട്, നമ്മളത് മാർക്ക് ചെയ്യുന്നു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 50 ഉണ്ട്. ഇവിടെയും അതുപോലെ 50 ഉണ്ട്. ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും പോർഷനായി. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വരയ്ക്കാം. ഇത് മുതൽ ഇതുവരെ സെൻറ്റർ എത്രയായിരിക്കും? 40യിലായിരിക്കും സെൻറ്റർ. അത് വെച്ചിട്ട് നമ്മളൊരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുന്നു. വരയ്ക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തു. ദെൻ അതുപോലെ ഇത് 50 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ എത്രയായിരിക്കും? 25 ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മളൊരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തു.
ഓക്കെ, സെൻറ്റർ മാർക്ക് ചെയ്തു. ദെൻ ഇത് 10 mm ഒരു ഹോളാണല്ലേ, അകത്തെ ഹോള്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് 0.5 mm ഇങ്ങോട്ടും 5 mm ഇങ്ങോട്ടും, അതുപോലെ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെയും 5 mm 5 mm എടുത്തു. അപ്പോൾ ഈ ഹോള് നമുക്കിപ്പോൾ മാർക്ക് ചെയ്താൽ കിട്ടും. ശരിയല്ലേ? നമ്മൾ ആ ഇന്നർ 10 mm സ്ക്വയർ കിട്ടി. ദെൻ എത്രയാണ്, 20 20 20 അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. 20, ഇവിടെ എന്തെടുക്കുക, 20 എടുക്കുക. ഓക്കെ, അത് നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ ആ സെൻറ്റർ എടുത്തതെന്ന് പറഞ്ഞാൽ ഇത് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് സെൻറ്റർ കണ്ടുപിടിച്ചത്. ഓക്കെ, ആ സെൻറ്റർ പോർഷൻ കിട്ടി. അതിനുശേഷം നമ്മൾ സെൻറ്റർ എടുത്ത് വേണമെങ്കിൽ റബ്ബ് ചെയ്ത് കളയാം. നോക്കി, ഇത്രയും പോർഷൻ തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണുന്നത്. ഈ ഒരു പോർഷൻ കണ്ടു, ദെൻ ഇത്രയും പോർഷൻസ് അത് കിടക്കും. ഓക്കെ, ഇനി ഏതാ വരയ്ക്കേണ്ടത്, സൈഡ് വ്യൂ ആണ്. ഇത് ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഇവിടെ വരയ്ക്കുന്നു ഫസ്റ്റ് ആംഗിൾ പൊസിഷനിൽ, ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. ഓക്കെ, നമ്മളിതിൻ്റെ സൈഡ് വ്യൂയിലൂടെ നോക്കുമ്പോൾ, ഈ സൈഡ് വ്യൂയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോർഷൻസ്, സർഫസ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ നമുക്ക് വളരെ വ്യക്തമാണ്. അതുപോലെ ഇത്രയും പോർഷൻസും വളരെ വ്യക്തമാണ്. ശരിയല്ലേ? ഇത്രയല്ലേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്തിടുക. ഓക്കെ, നമ്മളതുപോലെ 2 എക്സ്റ്റെൻഡ് ചെയ്തിട്ടു ഫ്രണ്ട് വ്യൂവിനെ. അതിനുശേഷം ഇത് മുതൽ ഇതുവരെ എത്രയാണ്, 50 ആണ്. നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 10 mm തന്നെയാണ്. നമ്മളല്ലെങ്കിൽ ഇതൊന്ന് മാർക്ക് ചെയ്താലും മതി. ഇത്രയും പോർഷൻ നമ്മൾ കവർ ചെയ്തു. ഇനി ഈ പോർഷൻ മറിക്കാനായിട്ട് എന്ത് ചെയ്യുക, 50ൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക. 50യുടെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 25 മാർക്ക് ചെയ്യുക. ദെൻ 25 വെച്ചിട്ട് ഇത് മൊത്തത്തിൽ 20 ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് 10 mm, ഇപ്പുറത്തേക്ക് 10 mm മാർക്ക് ചെയ്യുക. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 40 ആണ്. അല്ലെങ്കിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി അതിന് ശേഷം എന്തുകൂടെ മാർക്ക് ചെയ്യുക, ഈ ഒരു ഓപ്പണിംഗ് ഉള്ളതിന് വേണ്ടി നമ്മൾ ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക. അത് എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ഒരു 0.5 ഇങ്ങോട്ട് 0.5 ഇങ്ങോട്ട്. ഓക്കെ, ശരിയല്ലേ? ഇതല്ലേ എൻ്റെ സൈഡ് വ്യൂ. മനസ്സിലായോ? അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. നമ്മളിതുപോലെ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1-2 തവണ കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒബ്ജക്റ്റ് നോക്കിയിട്ട് ഏതൊക്കെ സർഫസ് കാണാൻ പറ്റും എന്നുള്ള രീതിക്ക് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം വരച്ച് നോക്കുക.